ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനും ഉണ്ട് ഇന്ന് വീഡിയോയിൽ. ഞാനുണ്ട്, പിന്നെ ചേട്ടൻ്റെ മക്കളായ ഈവാഞ്ചലിനുണ്ട്, ഇതിനുണ്ട്. ഞങ്ങൾ വന്നേക്കണ കടമക്കുടിയിലാണ്. കടമക്കുടി, എറണാകുളം വരാപ്പുഴ കടമക്കുടിയിലാണ്. ഇത് എറണാകുളം പാലാരിവട്ടം പാലത്തിൻ്റെ അവിടെ നിന്ന് ഏതാണ്ടൊരു 12 കിലോമീറ്റർ ഉണ്ട് ഈ കടമക്കുടി വരെ. അത് നിങ്ങൾക്ക് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ഇട്ട് വരാൻ പറ്റും. വരാപ്പുഴ പാലം, എറണാകുളം സൈഡിൽ നിന്ന് പറയുമ്പോൾ വരാപ്പുഴ പാലം ഇറങ്ങി ഫസ്റ്റ് ലെഫ്റ്റ് ചെട്ടിഭാഗം മാർക്കറ്റിലേക്ക് പോകണ വഴി വന്നിട്ട് ആരോട് ചോദിച്ചാലും വേണ്ട, ഗൂഗിൾ മാപ്പ് ഇട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. നിങ്ങൾ ഇത് കാണാത്തവർ, ഇപ്പോഴും കാണാത്ത അല്ലെങ്കിൽ ഇവിടെ വരാത്ത കുറേ പേരുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കടമക്കുടി ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ വന്ന് കാണാൻ അല്ലെങ്കിൽ ഇപ്പം തന്നെ വന്നോ എന്നുള്ളൊരു ആഗ്രഹം വരും. കാരണം അത്രയും മനോഹരമാണ് ഇവിടുത്തെ വിഷ്വൽ. പിന്നെ ഇന്ന് നമ്മൾ ഉച്ചക്കാണ് വന്നേക്കണം. രാവിലെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അല്ലേ ഭംഗിയാണ്. എന്തായാലും ഇവർ ഫ്രീ ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കടമക്കുടി കാണണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചൂണ്ടിടണം, മീൻ പിടിക്കണം. ഇവൻ വീട്ടിൽ പറഞ്ഞിട്ട് വന്നേക്കണേണ് അമ്മേനോട് കറിയൊന്നും വെക്കണ്ട. ഇത് ഞങ്ങളുടെ സ്ഥിരം ഡയലോഗാണ്. എന്നിട്ട് അമ്മ പക്ഷേ അമ്മയുടെ ഒരു കോൺഫിഡൻസ് വെച്ച് എന്ത് ചെയ്യും, മീൻ കറി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ കാലിയായിരിക്കും വേറെ അല്ലേ. ചിലപ്പോഴല്ല സ്ഥിരം അതാണ്. നമുക്ക് ഇന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം അല്ലേ. അതെ, അപ്പൊ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാം. ഇതാ നീ ഷൂട്ട് ചെയ്തോളൂല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഓക്കെ. അപ്പോൾ വരാപ്പുഴ കടമക്കുടി എന്ന് പറഞ്ഞാൽ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ വിഷ്വലാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമാണ്. ഞാൻ പറയണതിനെക്കാട്ടി നല്ലത് നിങ്ങളത് നേരിട്ട് ഈ വീഡിയോയിലൂടെ കാണുക എന്നുള്ളത്. ആന്റണി ചേട്ടൻ്റെ ഒരു തട്ടുകടയാണ് കണ്ടത്. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നാളെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോട്ടിങ് കപ്പയൊക്കെ ഇട്ടു കേട്ടോ വൈകുന്നേരങ്ങളിൽ. അതുപോലെ അവിടുത്തെ ചൂട് കട്ടൻ ചായ അടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണത്. ഈ കാഴ്ചയും കണ്ടിട്ടിരുന്ന് നമുക്ക് ഇതൊക്കെ കഴിച്ച് രസിച്ച് പോവാം. അടിപൊളിയാണെന്ന് പറയാമല്ലോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പാലാരിവട്ടം പാലത്തിൻ്റെ അവിടെ നിന്ന് 12 കിലോമീറ്റർ ഉള്ളൂ ഏകദേശം. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് നല്ല രസമായിരിക്കും. വരുമ്പോൾ ചൂണ്ടയുടെ കൊണ്ടുവന്ന് അടിപൊളിയാണ്. പിന്നെ അവിടെ കെട്ടുകളാണ് കൂടുതൽ, ചെമ്മീൻ കെട്ടും മീൻ കെട്ടും അത് നോക്കിയിട്ട്. അപ്പം അതിൽ ചൂണ്ടിടരുത്, അവർ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ പക്ഷേ ആർക്കും കൂടെ ഇപ്പോൾ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അടുത്ത സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്തും കൊണ്ടിടരുത്. പക്ഷേ അവിടെ പുഴയുണ്ട്, അപ്പോഴും നിങ്ങൾക്ക് ചൂണ്ടിടാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാനിത് ഇത്തിരി എന്താണ് ലാഗ് അടിപ്പിച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് വ്യക്തമാകാൻ വേണ്ടിയാണ്. പിന്നെ എന്തിന് ഒരു ഹെലിക്യാമിൻ്റെ ഒരു വിഷ്വലും കൂടി, നമ്മുടെ ഒരു ഹെലിക്യാമുണ്ടെങ്കിൽ കാണിച്ചതാണ്, ഒരു വിഷ്വലും കൂടി ഇതിൻ്റെ അകത്ത് വന്നാൽ അതിൻ്റെ ലെവൽ വേറെയാണ്. കാരണം അത്രയും മനോഹരമാണ് ആ ഏരിയ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അയ്യേ ഇതെന്ത് സ്ഥലം എന്നൊരിക്കലും പറയില്ല. നേരെ മറിച്ച് അയ്യോ ഇപ്പോഴാണ് നമ്മളിതൊക്കെ കാണുന്നത്, നേരത്തെ വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ നേരത്തെ കാണേണ്ടതായിരുന്നു എന്നുള്ളൊരു ടോക്ക് വന്നേക്കാം നേരെ മറിച്ച് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പോണ വഴിക്ക് ഈ വഴിയോട് ചേർന്ന് തന്നെ, ഈ വഴിയുടെ ഫ്രണ്ടേജായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലൊരു കല്ല് ഷാപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് കെട്ടുകളുടെ ഇടക്കായിട്ടൊരു ഷാപ്പുണ്ട്. 2 കല്ല് ഷാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദിവസം അങ്ങോട്ട് പോയി. ഇന്നിപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട്. വേറൊരു ദിവസം നമ്മൾ അവിടെ പോയി അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും കുറേ ഇടുന്നതാണ്. എന്തായാലും ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ടൊരു പച്ചപ്പൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. മറ്റേത് ഇത്തിരി വറ്റി വരണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഷാപ്പ്. അപ്പോൾ ഇപ്പോൾ പച്ചപ്പൊക്കെ ഉള്ള കാരണം തന്നെ ഭയങ്കര മനോഹര ഒരു കാഴ്ച തന്നെയാണ് അവിടെ. ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് പോകുന്നവർക്ക് ഏറ്റവും നല്ലത്. കാരണം ആ സമയത്ത് ആ വെയിൽ അറിയിക്കുമ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ഭയങ്കര ഭംഗിയാണ്. എന്താണ് നിങ്ങൾ രാവിലെ പോയി. അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ്, നിങ്ങൾ വല്ല ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ തരം ഈ പക്ഷികളും അല്ലെങ്കിൽ കൊക്കിൻ്റെ തന്നെ വലിപ്പമുള്ളതൊക്കെ, അതിൻ്റെ കറക്റ്റ് പേരെനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അതൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. വെളുപ്പിനെ നിങ്ങൾ അവിടെ പോയ കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് എന്താണ് പറയുക, മനംമയക്കും കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ക്യാമറയിൽ. വെളുപ്പിനെ നിങ്ങൾ ആദ്യം ഒരു ദിവസം വെറുതെ ഒന്ന് കറങ്ങുക, ഒരു 5:45-6 മണിക്ക് ആ ടൈമിൽ അവിടെ എത്തിയിട്ട്, എന്നിട്ട് അതിന് മുന്നേ പോയിട്ട് ഒരു ദിവസം പോയി അങ്ങോട്ട് ക്യാമറയൊക്കെ ഇട്ടിരുന്നു. നിങ്ങൾ ഒരിക്കലും എന്താണ് പറയുക, ഒന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ടി വരില്ല. നിങ്ങൾ ഹാപ്പി ആയിട്ടേ വരുള്ളൂ. കാരണം അത്രയും എന്താണ് പറയുക, ദേശാടന പക്ഷികളും മറ്റൊക്കെ വന്ന് ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റൊന്നിട്ട് നമ്മൾ അലമ്പാക്കരുത്. കാരണം അവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് കളക്ടിങ് ബൂത്തൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെയൊക്കെ പലപ്പോഴും അവിടെ ഇങ്ങനെ ഓരോ കുപ്പി അതുമൊക്കെ ഇട്ടിട്ട് പോകും ഓരോരുത്തർ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അത് അതിൻ്റേതായ ആ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ അതിന് വെച്ച് ബാസ്ക്കറ്റിൽ തന്നെ നിക്ഷേപിക്കാൻ ശ്രമിക്കണം. അത്രയും മനോഹരമായൊരു സ്ഥലമാണ്. അത് നമ്മളായിട്ട്, അതായത് പുറത്തുനിന്ന് ചെല്ലുന്ന ആൾക്കാരായിട്ട് അവരുടെ ആ നാട് അല്ലെങ്കിൽ ആ ഗ്രാമം നശിപ്പിക്കരുത്. അത്രയും എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളൊന്നും ഇതാണ് കടമക്കുടിയുടെ എൻ്റെ തറ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വീടുകളുള്ളത്. ഈ പറഞ്ഞ വരെ അപ്പുറം കെട്ടുകളുള്ള വഴിയുടെ നടുക്കൂടിയുള്ള യാത്ര അവസാനിക്കാറായെന്ന് ഞാൻ പറഞ്ഞത്. അതിനുശേഷം അപ്പുറത്തും ഈ പറഞ്ഞ മറ്റേ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് കേട്ടോ. ദ്വീപാണെന്ന് പറയാം. ഇതിലേ മാത്രമേ ഒരു വഴിയുള്ളൂ. ഇത് വരാപ്പുഴയിൽ നിന്ന് മാത്രമേ ഇങ്ങനെ ഒരു എൻട്രി ഉള്ളൂ. അപ്പുറത്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എന്താണ് ജെട്ടികളുണ്ട്, ബോട്ട് ജെട്ടികളുണ്ട്. ഇതിൻ്റെ എൻഡിൽ ചെന്നിട്ട് ലെഫ്റ്റും റൈറ്റും, അത് തെക്കേറ്റവും വടക്കേറ്റവും. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകെ
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ 2 സൈഡും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് പറവൂർ ഭാഗത്തേക്ക് പോകും, മറ്റേത് പിഴല എനിക്ക് തോന്നുന്നു അങ്ങനെ ആ സൈഡാണ്. ഞാൻ കറക്റ്റ് ഞാൻ വ്യക്തമാക്കി തരാം പുറകെ. പിന്നെ ഇപ്പോൾ അവിടെ വാട്ടർ മെട്രോയുടെ ഇത് പണി നടക്കുന്നുണ്ട്, സ്റ്റേഷൻ്റെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്ന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മീൻ പിടിക്കണം, കുറേ പരിപാടികളുണ്ട്. എന്തായാലും നിങ്ങൾ ആ ഒരു ഏരിയ തന്നെ മൊത്തം ഒന്ന് കാണിച്ചിട്ടുണ്ടെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മളെ ഇതിനാണ് എടുക്കുന്നത്, എന്താവും എന്തോ നോക്കാം. അവനെടുത്തോളും, അവനടിപൊളിയായിട്ട് എടുത്തോളും. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് കേട്ട് അറിയാം. ഓക്കെ, വാ. മീൻ കിട്ടിയാന്നറിയാൻ വേണ്ടി 2 പേര് വെയിറ്റിംഗ് ഉണ്ട്. അവരുടെ സ്ഥലമാണ് അത്. അതാ വരുന്നത് പിടിച്ചോ, താഴെ പോരുത്. വെള്ളത്തിൽ പോയാൽ എടുക്കൂല കേട്ടാ, വെള്ളത്തിൽ പോയി എടുക്കൂല. ആ പട്ടി ബാഗ് എടുത്തുകൊണ്ട് ഓട്ടോ വെക്കാറുണ്ട്. ഇത് ചേട്ടനും 2 ഹസ്ബൻഡും അടിപൊളി 2 പേരും കൂടിയാണ് വല വീശാൻ ഇറങ്ങിയേക്കണം. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. 1 മിനിറ്റ് ഏറിയല്ലേ, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. ചേച്ചിയുടെ പേരെന്താണ്? വത്സ. ചേട്ടൻ്റെ? പീറ്റർ. ആദ്യമായിട്ടാണ് ഞാൻ പലയിടത്തും ഇങ്ങനെ വല വീശണത് മറ്റേ കാണാൻ പറ്റുന്നത്. ഹസ്ബൻഡും വൈഫ് കൂടി സന്തോഷം അല്ലേ? എറിയോ കിട്ടും അല്ലേ? ഞങ്ങളും അതിന് വേണ്ടി ഇറങ്ങിയേക്കണേ, കിട്ടുമോ? വീട്ടില് വെള്ളത്തിൽ ഇറങ്ങിയുമ്പോൾ വല വീശാനുള്ള പരിപാടിയാണ്. ഭയങ്കര ഒരു മനോഹരമാണ് ഇവിടെ. വരാപ്പുഴ കടമക്കുടി എന്ന് പറഞ്ഞത് നോക്കിയാൽ ഓടിച്ചിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ആണെങ്കിൽ അവിടെ ഓപ്പൺ ജിമ്മുണ്ട്, അതായത് ജിം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ എക്സസൈസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അതുപോലെ അങ്ങോട്ട് കെട്ടുകളാണത്, കണ്ടറിയാം. പിന്നെ ഇതിലെ റോഡുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ചില്ല, അവിടെ വരെ അതിൻ്റെ വഴിയുള്ളൂ. എന്തായാലും പുല്ല് വീശിയാണ്. എന്തായാലും നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി എല്ലാം സെറ്റായി. ഞാൻ അങ്ങോട്ട് പോണേന്ന്. ഇവിടെയൊക്കെ എന്തൊരു ഷൂട്ടൊക്കെ കാണുന്നായിരുന്നു ഇവിടെ. പോട്ടെ, നേരെ പോട്ടെ. പറയാം പോട്ടെ. അടുത്തത് എങ്ങനെ അവിടെ നിൽക്കാം. എടാ നോക്കി കിടക്കോട്ടോ. മൂശറല്ല, തോട്ടിൽ പോയാൽ ഞാൻ എടുക്കൂല. അത് നീ കാണുന്നത് ആഴ്ചയല്ല, അത് കടി കിട്ടുമ്പോൾ മനസ്സിലാവും. കേട്ടോ, നീ എന്തിനാ പറഞ്ഞു കൊടുക്കണം, അവന് മനസ്സിലാവണ്ടായി. ആ കടി കിട്ടാല്ലേ അറിയുള്ളൂ. ആ മതി നിൽക്ക്. എവിടെ നമ്മൾ ചൂണ്ടിടാൻ പോണേണ് അപ്പം അല്ലേ? ഇവാ എന്ത് പറ്റൂലേ? കണ്ട, ഇത് പൊങ്ങ് പഴയതാണ് കുറച്ച്, അതാണ് പൊടിയൊക്കെ എടുത്തിട്ട് കുറച്ച് കളായി. അണ്ടില്ലേ ചെറിയ മീൻ കിട്ടി, അതില്ലേ കുഞ്ഞില്ലേ കുളത്തിട്ട് മീൻ. അങ്ങനെ ഏതാണ്ട് 1/2 മണിക്കൂറോളമായി ഈരം ചൂണ്ടിടാന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അല്ലേ? എല്ലാം കിട്ടുമോ? ഞാൻ ഇടാൻ സമയം തന്നില്ലല്ലോ, നീ സ്റ്റിക്കായിട്ടിരിക്കണല്ലേ. അപ്പുറത്തുണ്ടോ? ഞാനും വിട്ടു വെച്ചിട്ടുണ്ട്. ഒരാളിക്കുന്നു. എന്തിയാ ഒന്നും കിട്ടിയില്ലേ? എന്തൊക്കെ പ്രതീക്ഷയിൽ വന്നാണ് നിൽക്കണേ. ഇപ്പോൾ നോക്കിയേ, ഇത് അമ്മേനോട് എന്താ പറയുക? അവിടെ ചെന്നിട്ട് എന്താ പറയടാ, മൂഞ്ചി പോയെന്ന് പറഞ്ഞാൽ 3G എന്ന് പറഞ്ഞാൽ 3G എന്ന് പറഞ്ഞാൽ. ഞങ്ങളങ്ങനെ ഒന്ന് സ്പോട്ട് മാറ്റി നോക്കാൻ പോണേ അല്ലേ? ഇവ പോവാ, സ്പോട്ട് മാറ്റി നോക്കിയടാ. അല്ലേ, സ്പോട്ട് മാറ്റി ശരിയാവില്ല. ഇത് ഒരു മീൻ പോലും കൊത്തല്ല അല്ലേ? ഇവിടെയുള്ള മീനൊക്കെ ബുദ്ധിയുണ്ടെന്ന് തോന്നുന്നു, രക്ഷയില്ല. ആ ഇവിടെ ഒരുത്തരും ബോറടിച്ചത് പുള്ളി. ഞാൻ സ്റ്റിക്ക് മടക്കാം. നേടാ ഒരു വഞ്ചി നോക്കി. ആ ഇത് നോക്കിയടാ, വന്ന വരുമ്പോൾ നോക്കിയടാ. ആ വഞ്ചിരി. പിന്നെ ഞാനുണ്ടല്ലോ, ഇതത് നോക്കാം. ചേട്ടൻ പോണ പോക്ക് നോക്കി, ഇത് രസമാണെന്ന് നോക്കാം. നമുക്കൊരു വിഷയം ഈ കടമക്കുടിയുടെ ഏതാണ്ട് എൻ്റെ വരെ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിരുന്നു. അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ് ചൂണ്ടൊക്കെ കഴിഞ്ഞിട്ട്. ഇത് കടമക്കുടിയുടെ തെക്കേറ്റത്തേക്ക് വന്ന വഴിയാണ്. അവിടെ നിന്ന് ലെഫ്റ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് എൻ്റെ നിന്ന്. ആ റൈറ്റ് വടക്കേറ്റം നമ്മുടെ ഏഴിക്കര മറ്റേ
ഏഴിക്കര ആ സൈഡിലേക്കൊക്കെ ഉള്ളതാണ്. ചാത്തനാട് അങ്ങോട്ട് ജങ്കാറ് കിടന്ന് വേണം പോകാൻ. ജങ്കാറല്ല, 2 വഞ്ചി വെച്ചിട്ട് ആ സെറ്റപ്പ്. ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ നിർത്തി വെച്ചേക്കണൊക്കെയാണ്. ഇത് തെക്കേറ്റമാണ്, നേരെ ഓപ്പോസിറ്റ് സൈഡ് തെക്കോട്ടുണ്ട്. ഇത് പാലിയന്തുരുത്ത്, ഇവിടുന്ന് വഞ്ചി കിടന്ന് പാലിയന്തുരുത്ത് അവിടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പണികളൊക്കെ കാണുന്നുണ്ട്. കണ്ടോ ഇവിടെ? ഇവിടുത്തെ സ്റ്റേഷൻ ഇതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇത് ഈ അറ്റത്ത് ഒരു ഇവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ ഒരു പള്ളിയുണ്ട്. കണ്ടോ, ആസിം ജോസഫ് ചർച്ച്. ഇതിനോട് ചേർന്നിട്ടാണ്. നല്ല ഭംഗിയാണ്. അങ്ങനെ കാണിച്ചു തന്നത്. ഇവിടെ നിന്ന് അപ്പുറത്ത് പാലിയന്തുരുത്ത്. ഇത് ഇവിടുത്തെ സ്റ്റേഷനാണ്. അത് തന്നെ, ഇപ്പോൾ ഇവിടുത്തെ സ്റ്റേഷനാണ് ചേട്ടൻ പറഞ്ഞത്. വാ പോവാം. കണ്ടോ അവിടെ ഒരു ബോട്ടൊക്കെ കൊണ്ട് വന്നേക്കണായിരിക്കും. പിന്നെ ഇവിടെ ഒരു വരപ്പുഴ ഷാപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ കാണിച്ചു തരാം. അതെ, ഇപ്പോൾ തെക്കേറ്റത്തുനിന്ന് നമ്മൾ തിരിച്ചു വന്നെയാണ്. തെക്കേറ്റത്തുനിന്ന് കേട്ടോ. അത് വരപ്പുഴ ആ കടമക്കുഴിയുടെ എൻഡിൽ വന്നിട്ട് ലെഫ്റ്റിലോട്ട് വന്ന തെക്കേറ്റത്തുനിന്ന് നമ്മൾ റിട്ടേൺ വന്നിരിക്കുകയാണ്. ഇതാണ് കാണാനാണ് ഷാപ്പ്. ഇവിടുത്തെ വരപ്പുഴയുടെ മെയിൻ ഷാപ്പ് അതാണ്. ഇതിൽ നടന്ന് വേണം പോകാൻ. ആൾക്കാരൊക്കെ ഇതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണിച്ചാൽ അതെ, വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്. വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ ചുമ്മാ വഴിയാണ് കൊടുക്കുന്നത്. വഴിയാണ് ആ ഷെഡാണ്. കണ്ട അവിടെ ആ 2 സൈഡിലും കെട്ടാണ്. അതിൻ്റെ നടുക്കാനിരിക്കണം. ഭയങ്കര ഭംഗിയാണ്. അവിടെ പോയി ഫുഡൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ. അവിടെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഒന്നും കൂടി നമുക്ക് പോവാം. ഇന്നില്ല. അതുകൊണ്ട് നമ്മളവിടെയാണ് അല്ലേ എൻ്റെ അവിടെ വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തെക്കേറ്റിലേക്കാണ്. അപ്പം നമ്മൾ സെൻട്രൽ ഭാഗത്ത് തമിഴ്നാട് വഴി. ഇപ്പോൾ ഞാൻ കാണാനാണ് സെൻട്രൽ കോഴ്സ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് ലെഫ്റ്റിലോട്ട് വന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് റൈറ്റ് പോകാനായത് വടക്കേറ്റത്തേക്ക് പോകാനായിട്ട്. അപ്പുറത്തെ സൈഡ് എന്തൊക്കെ വിഷയത്തിൽ നമ്മൾ നോക്കിയിട്ട് അവിടെ പിടിച്ചോ. പിടിച്ചോട്ടെ തന്നെയാണ്. പിടിച്ചോട്ടെ പിടിച്ചോട്ടാ ഇതൊക്കെ വേണ്ട. കുറേ വെറൈറ്റി മറ്റേ കൊക്കുകളും കുറേ, അതുപോലെ നീലക്കോഴി ഇനി ഉണ്ടാകുന്ന നോട്ടെ കാണിച്ചു തരാം. പിടിച്ചോ, ഇതപ്പോൾ കാണിച്ചു കൊടുക്കട്ടെ. ഇത് നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട്. ഇത് പറ്റേ കണ്ടോ നീല കണ്ടോ ഇങ്ങനെ എന്തൊരു കണ്ടില്ലേ? അതെ, ഇവിടെ ഒന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വലത്തേറ്റം അല്ലേ, കടമക്കുടി വലത്തേറ്റേക്ക് കുറേ നാളായിട്ട് മുടങ്ങി കിടന്ന പാലം പണി ഏതാണ്ടൊക്കെ തീർന്നു. കപ്പടെ കൊണ്ടുപോകണം. കുറേ നാളായിട്ട് മുടങ്ങി കിടന്ന പാലം പണി വരുന്നു. ഇന്നലെ ഇടമ്പുറയിൽ നോക്കാം. ഇതാണ് കടമക്കുടിയുടെ യോ കൊടുത്തേക്കണം വടക്കേറ്റ, അതായത് റൈറ്റിലോട്ടുള്ള പോർഷൻ. അതായത് ഇപ്പോൾ അരമണി കുറേ നാളായിട്ട് പണിക്കണമെന്നായിരുന്നു. ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരാറായിട്ടുണ്ട്. ഇത് കിടന്ന് അപ്പുറത്ത് ചെന്നാൽ ചാത്തനാട്, ഏഴിക്കര നേരത്തെ പറഞ്ഞത്, അതുപോലെ പറവൂര്, ചെറായിക്കൊക്കെ ഇങ്ങനെയും പോകാനുള്ളൊരു വഴിയാവും. അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം കടമക്കുടിക്ക്. ഉണ്ടോ എന്നുണ്ട്. ഇത് വേറൊരു സ്പോട്ടാണ്. ഇത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം ഇത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ എടുക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിനെയാണ്. അപ്പോൾ അങ്ങോട്ട് വന്നേക്കണാണ് കടമക്കുടി തന്നെ ചൂണ്ടിടാനായിട്ട്. കൊത്തണ്ടി ഒക്കടി കിട്ടിയാ മീനുണ്ടായില്ലേ? നീ എന്തൊക്കെ കാണിച്ചേ? എന്നോട് മേനിലേക്ക് നോക്കാൻ ആരെയും പറഞ്ഞ പൊട്ടി എനിക്ക് നോക്കി. നിനക്ക് കിട്ടിയാ? എടീ ഇത് എനിക്ക് അനക്കല്ല മീനുണ്ടായില്ല. 4 ദിവസം മീനത് കുളത്തിക്കെടുക്കണ മീൻ മീനിലേക്ക് പിടിച്ചേ നോക്കട്ടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഇവ പിടിച്ച മീൻ. ഇത് കണ്ട നോക്കി, ആ മരത്തിൻ്റെ മേളിലിരുന്ന് വെച്ചേ. ചെറുതാണ്. ഇനി നിനക്ക് കണക്കേട്ടാ. പിടിച്ചോ.
ഇതല്ല വേറെ പിടിക്കുക ഇത് അവള് പിടിച്ചത് നീ പിടിച്ചേ നോട്ടെ ഇവ പിടിച്ച മീൻ ഇവക്കടയിൽ വെച്ചേക്കണത് അവളെ കാട്ടിയും വലിയ മീൻ നിനക്ക് നാണക്കാട് ഇനി പിടിച്ചില്ലെങ്കിൽ ആ എടുത്തിട് എങ്ങനെയാണ് പുതിയ ടെക്നിക്കുമായിട്ട് ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ടെക്നിക്കുമായിട്ടാണ് മീൻ പിടിക്കാൻ ഇറങ്ങിയേക്കണം സഞ്ജു വെച്ചിട്ടെ പിള്ളേരെ പാടാന്ന് അങ്ങനെയല്ലേടാ ഇവിടെ നോക്കിയത് വീഡിയോ കിട്ടിയടാ പോരെ അടുത്ത ആള് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതപ്പാ അഭിമാനിക്കാം ചേച്ചിയുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പണിയാണ് ചേച്ചി ഇതിനെ കളിയാക്കുന്നതാണ് ചേച്ചി നേരത്തെ പിടിച്ചത് അതിന് ഊരിയിട്ട് ആ പരിപാടിയൊന്നും പറ്റില്ല അവർക്ക് മീൻ പിടിക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയും മീൻ പിടുത്തവും എല്ലാം പൊളിച്ച് അല്ലേ രണ്ട് വലിയ വമ്പ സ്രാവിനെയാണ് പിടിച്ചേക്കണേ ഇവയും ഈതനും കൂടി അല്ലേ വേറെ എന്തെങ്കിലും പറയണ്ട. അപ്പോൾ കടമക്കുടി എങ്ങനെ ഉണ്ടായിട്ട് കണ്ടിട്ട് അടിപൊളി. അപ്പോൾ എല്ലാവരും വന്ന് കടമക്കുടി വിസിറ്റ് ചെയ്യണം. എറണാകുളം വരുമ്പോൾ ഇവിടെ ഉള്ളവരോടല്ല കാണാത്തവരോട് പറയണം. അതിൻ്റെ ഒപ്പം മീൻ പിടിക്കണമെങ്കിൽ ഫിഷിങ് അല്ലേ ഫിഷിങ്ങിനുള്ള വലും അല്ല ടങ്കീസൊക്കെ എന്നാലേ ഈ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ വേറെ ഒന്നും പറയാനല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ.